വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി കത്തി കത്തി പടരട്ടെ ആഴി കത്തി പടരട്ടെ സഭയെല്ലാം നിറയട്ടെ വചനാഗ്നി കത്തി കത്തി പടരട്ടെ ആഴി കത്തി പടരട്ടെ സഭയെല്ലാം നിറയട്ടെ വചനാഗ്നി. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസമാണ്, ജനുവരി 1-ാം തീയതി. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഈ വർഷം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഈ പുതുവർഷം നമുക്ക് അനുഗ്രഹത്തിൻ്റേതായി മാറട്ടെ. വെറുതെ മാറുകയല്ല, നാം മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ 1-ാം തീയതി മുതൽ എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നതായി മാറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. കൂടുതൽ ശക്തിയോടെ, കൂടുതൽ കൃപയോടെ, കൂടുതൽ വിശുദ്ധിയോടെ ഈ വർഷം മുഴുവൻ നമുക്ക് ഓടാം, പ്രവർത്തിക്കാം. ഉറച്ച ഒരു തീരുമാനമെടുക്കാം. ഈ വർഷം മുതൽ യേശുവിനോടൊപ്പം ആയിരിക്കും എൻ്റെ ജീവിതം മുഴുവൻ എന്ന് ഉറച്ച ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ പിന്തുടരും, സംശയമില്ല. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം, ഈ പുതുവർഷത്തിൽ എങ്ങനെ എനിക്ക് ഒരു അനുഗ്രഹമാകാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ഒരു പുതിയ ഒരു വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നലെ കടന്നുപോയി, ഇരുട്ട് മാറി, അന്ധകാരം മാറി, ഒരു പുതിയ സൂര്യൻ ഉദിച്ചതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതു വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ വർഷം മുഴുവൻ നമുക്ക് എങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായി മാറുവാൻ നമുക്ക് സാധിക്കും? എങ്ങനെ എൻ്റെ എല്ലാ പ്രവൃത്തികളിലും എനിക്ക് അനുഗ്രഹം കൊണ്ടുവന്ന് അനുഗ്രഹം പ്രാപിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു വ്യക്തിയായി എനിക്ക് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആയതിനാൽ ദൈവവചനത്തിൽ നിന്ന് 1-2 വചനഭാഗമെടുത്ത് നമുക്ക് ധ്യാനിക്കാം. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ ഇന്ന് മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ?
ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. ഇന്ന് മുതൽ കർത്താവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ട അന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. വചനം പറയുകയാണ്, മുന്തിരിവള്ളിയും മാതളവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇനിയും ഫലം നൽകുന്നില്ലേ? അപ്പോൾ ഫലം നൽകാത്ത ചില വൃക്ഷങ്ങളെ, ഫലങ്ങളെ, കൃഷികളെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മുന്തിരിവള്ളി ഫലം നൽകുന്നില്ല, ഒലിവ് ഫലം നൽകുന്നില്ല, അത്തിവൃക്ഷം ഫലം നൽകുന്നില്ല, മാതളം ഫലം നൽകുന്നില്ല. അപ്പോൾ ഫലമില്ലാതെ നിൽക്കുന്ന, ഫലമില്ലാതെ വളർന്നു നിൽക്കുന്ന ചില വൃക്ഷങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കുറേ നാളുകളായിട്ട് നമുക്ക് ഫലം നൽകാത്ത ചില വൃക്ഷങ്ങൾ നമ്മുടെ ഈ തോട്ടത്തിൽ, കൃഷിയിടങ്ങളിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു കൃഷിക്കാരനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിൻ്റെ സമയമാകുമ്പോൾ അത് വിളവെടുക്കുക എന്നുള്ളത്. ഒരു തെങ്ങ് വെച്ചാൽ തേങ്ങ നമുക്കതിൽ നിന്ന് ലഭിക്കണം, മാവ് വെച്ചാൽ മാങ്ങ പറിക്കണം, കുരുമുളക് നട്ടാൽ കുരുമുളക് നമ്മൾ പറിക്കണം, റബ്ബർ വെച്ചാൽ അതിൽ നിന്ന് റബ്ബർ പാലെടുത്ത് ഷീറ്റ് നമുക്ക് കിട്ടണം. ഇത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്, അത്തിവൃക്ഷം നിനക്ക് ഫലം നൽകുന്നില്ലേ? ഒലിവ് നിനക്ക് ഫലം നൽകുന്നില്ലേ? മാതളം നിനക്ക് ഫലം നൽകുന്നില്ലേ? മുന്തിരിവള്ളി നിനക്ക് ഫലം നൽകുന്നില്ലേ? സാരമില്ല, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു തിരുവചനമായത്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെതായ ഒരു ലക്ഷണവും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ലേ? ഒരു ഫലമില്ലാത്ത അവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിൽ? ഫലരഹിതമായ ഒരവസ്ഥ, കണ്ണുനീരിൻ്റെ, വേദനയുടെ, നിരാശയുടെ അനുഭവം മാത്രമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ബൈബിൾ പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. എന്നു മുതൽ? 18-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ട അന്ന് മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഫലമില്ലാത്ത ഈ വൃക്ഷങ്ങളെല്ലാം, ഫലരഹിതമായി നിൽക്കുന്നതെല്ലാം കായ്ക്കുവാനും അതിൽ നിന്ന് ഫലമെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന്. ഹല്ലേലൂയ! ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ഏത് ജോലി ചെയ്താലും നിങ്ങൾക്ക് ഫലമില്ല. നമുക്കറിയാം, ഈ കാലഘട്ടത്ത് പൊതുവെ എല്ലാ സാമ്പത്തികമായ വളരെയധികം മാന്യതയാണ്. ഒരു കച്ചവടവും നടക്കുന്നില്ല, ബിസിനസ്സിൽ പരാജയമാണ്, കൃഷിയിടങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ജീവിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. പ്രത്യേകിച്ച് കൃഷിക്കാർ കൃഷിയെല്ലാം ചെയ്ത് ഫലമെടുക്കാറാകുമ്പോൾ ഫലം കാണുകയില്ല. അത് നമ്മളെ അധികം തകർത്ത് കളയും. അപ്പോൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഈ അവസ്ഥയിലാണോ നിങ്ങളുടെ ജീവിതം ഇന്ന്? ഒരുപക്ഷേ ഈ 2018, 17, 18 വർഷങ്ങളൊക്കെയും വളരെയധികം ഞെരുക്കത്തിലൂടെ, സാമ്പത്തിക മാന്ദ്യത്തിലൂടെ, കടബാധ്യത കയറി, കടം എടുത്ത് വാങ്ങിച്ച് അത് വീട്ടുവാൻ വകയില്ലാതെ, വീട്ടുവാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഒളിച്ചും പാത്തും ജീവിക്കുന്നവരായിരിക്കാം, വേദനയോടെ ജീവിക്കുന്നവരായിരിക്കാം. നമ്മൾ ഏത് ബിസിനസ് തുടങ്ങിയാലും പരാജയം,
ലക്ഷങ്ങൾ നമ്മൾ മുടക്കി ഒരു ബിസിനസ് തുടങ്ങിയ 1 മാസം 2 മാസം 3 മാസം കഴിയുമ്പോൾ അത് അടച്ചുപൂട്ടേണ്ടതായിട്ട് വരുന്നു, സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. വീണ്ടും കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ആരോ പറഞ്ഞതനുസരിച്ച് മറ്റൊരു പരിപാടി തുടങ്ങി. അധികം താമസിയാതെ അതും സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം ഒരു പരാജയം, ഒരു ഉയർച്ചയില്ല. ഒരു ബിസിനസ്സും പിക്കപ്പ് ചെയ്യുന്നില്ല. ഏത് കൃഷി നമ്മൾ ചെയ്താലും അതിൽ നിന്ന് ഫലം കായ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫലമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. അതൊരു ശാപത്തിൻ്റെ ലക്ഷണമാണ്. തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? ഈ അവസ്ഥയിലാണോ നിങ്ങളുടെ ജീവിതം? മുന്തിരിവള്ളി ഫലം നൽകുന്നില്ലേ? മാതളം ഫലം നൽകുന്നില്ലേ? ഫലം നൽകുന്നില്ല എങ്കിൽ ശാപത്തിൻ്റെ ലക്ഷണത്തിലാണ്, ശാപത്തിൻ്റെ ഒരു അടയാളത്തിലാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് മുതൽ എന്താണ് ഈ ഇന്നിന് എന്താ പ്രത്യേകത? ഇന്ന് എന്ന് പറയുന്ന അതിന് പ്രത്യേകത നൽകുന്നത് കർത്താവിൻ്റെ ആലയം. ആ ആലയത്തിന് നിങ്ങൾ തറക്കല്ലിട്ട അന്ന് മുതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലയത്തിന് നിങ്ങൾ ഒരു തറക്കല്ലിട്ടാൽ അന്ന് മുതൽ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. എന്താണ് ഈ കർത്താവിൻ്റെ ആലയം എന്ന് പറയുന്നത്? പള്ളി പണിയിക്കുന്ന കാര്യമല്ല, കപ്പേള പണിയിക്കുന്ന കാര്യമല്ല, ഭൗതികമായ ഒരു കെട്ടിടം പണിയുന്ന ഒരു കാര്യവുമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ആലയം എന്ന് പറയുന്നത് നമ്മളാണ്. പുതിയ നിയമത്തിൽ, സുവിശേഷത്തിൽ മുഴുവൻ നമുക്ക് കാണുന്നത്, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ആലയം എന്ന് പറയുന്നത് നമ്മളാണ്, ഞാനാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ. നമ്മുടെ ഉള്ളിൽ ദൈവം ആത്മാവായി വസിക്കുന്നു. അപ്പോൾ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ഈ ഒരു തിരിച്ചറിവ് കിട്ടി, ഈ ഒരു ബോധ്യത്തിലേക്ക് ഓരോ വിശ്വാസികളും കടന്നു വന്നിട്ട് ദൈവം എൻ്റെ അകത്ത് വസിക്കുന്നു, ദൈവം അകത്ത് വസിക്കാൻ തക്ക വിധം ഒരു വിശുദ്ധമായി, പരിശുദ്ധമായി, പാവനമായി, പവിത്രമായി എൻ്റെ ജീവിതത്തെ പണിയുവാനായിട്ട് നിങ്ങളൊരു പുതിയ ജീവിതത്തിന് തറക്കല്ലിട്ടാൽ, ഒരു അടിത്തറയിട്ടാൽ, തീർച്ചയായും അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കുവിൻ, ശ്രദ്ധിക്കുവിനെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിന് നിങ്ങൾ തയ്യാറാണോ? എൻ്റെ ഇന്നലെ വഴിയുള്ള പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കാൻ, പാപികളോടൊത്ത് സഹവസിക്കുന്ന ആ സ്വഭാവം നിർത്തുവാൻ, മദ്യപാനശീലം, നുണ പറയുന്ന ശീലം, പരിഹസിക്കുന്ന ശീലം നിർത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയും പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയും പരിഹാസികളുടെ പീഠത്തിൽ ഇരിക്കുകയും ചെയ്യാതെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ തീർച്ചയായും അനുഗ്രഹം നിങ്ങളുടെ കൂടെ വരും. പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക, തട്ടിപ്പ്, വെട്ടിപ്പ്, മായം ചേർക്കുക, കള്ളത്തരം കാണിക്കുക, അമിതമായി നികുതി, സാമ്പത്തിക മേഖലയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. സാമ്പത്തികമായ വിധത്തിൽ ഒരു വ്യക്തിയെയും ഞാൻ വഞ്ചിക്കുകയില്ല, പറ്റിക്കുകയില്ല, അന്യായമായി ഒരാളെ ആ മേഖലയിൽ ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് ഉറച്ചൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് തറക്കല്ല് ഇടിയൽ. കർത്താവിൻ്റെ ആലയം ആണ് നമ്മുടെ ശരീരം. ഇതിനകത്ത് യേശു വസിക്കണമെങ്കിൽ നമ്മൾ ഒരു തറക്കല്ലിടണം. എന്താണ് ഈ തറക്കല്ല്? നമ്മുടെ മാനസാന്തരം. പാപ വഴികളിൽ നിന്ന് ഒരു ഗുഡ് ബൈ പറയുക, പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കുക, അശുദ്ധിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക, കൂദാശകളിലേക്ക് കടന്നു വരിക.
ഈ ആത്മീയ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കുവിൻ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. മുന്തിരിവള്ളി ഫലം നൽകുവാനായിട്ട് തുടങ്ങും. നിങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറയുന്ന ഈ മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും ഈ മാതളനാരവും ഇതെല്ലാം ഒരു സിംബോളിക്കല. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വൃക്ഷമായിട്ട് നമ്മൾ കാണണ്ട. ബൈബിളിൽ എപ്പോഴും അതൊരു സിംബോളിക്കല. ഇവിടെ മുന്തിരിവള്ളി എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ കണ്ടാൽ മതി. നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ കുടുംബത്തിൽ മുന്തിരി പോലെയായിരിക്കും എന്ന് സങ്കീർത്തനം 128 പറയുന്നുണ്ട്. ഫലമേകുന്ന മുന്തിരി പോലെയായിരിക്കും നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ കുടുംബത്തിൽ. അപ്പോൾ മുന്തിരിവള്ളി ഫലം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് അവിടെ കാണുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? മുന്തിരി എന്ന് പറയുന്നത് നമ്മളെ മധുരിപ്പിക്കാനുള്ളതാണ്, നമുക്ക് ആസ്വാദികരമായ ഒരു സന്തോഷം നൽകാനുള്ളതാണ് മുന്തിരി. അപ്പം മുന്തിരി അത് കായ്ക്കണം, അതേ മുന്തിരിങ്ങ ഉണ്ടാകണം. ആ മുന്തിരിയിൽ നിന്ന് നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഫലം കിട്ടുന്നില്ല, അഥവാ ഫലം ഉണ്ടെങ്കിൽ തന്നെ കയ്പായിരിക്കാം, പുളിയായിരിക്കാം. ചില മുന്തിരിങ്ങ നമ്മളെടുത്ത് വായിലിടുമ്പോൾ നല്ല കയ്പ് കാണും, നല്ല അല്ലെങ്കിൽ പുളിയായിരിക്കും. അപ്പോൾ ചില ജീവിത പങ്കാളിയുമായിട്ട് ഇടപെടുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന ശബ്ദവും പെരുമാറ്റവും സംഭാഷണങ്ങളെല്ലാം നമ്മളെ കയ്പാർന്ന, നമുക്ക് കയ്പ് നൽകുന്ന, നമുക്ക് പുളി നൽകുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി. നമ്മളെ മധുരിപ്പിക്കേണ്ട, നമുക്ക് ടേസ്റ്റ് നൽകേണ്ട, നമുക്ക് ആസ്വാദ്യത നൽകേണ്ട ഒന്നാണ് മുന്തിരി എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക്, അത് ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് ഫലം നൽകുന്നില്ലേ? ഫലം നൽകുന്നില്ലേ? മാധുര്യം നൽകുന്നില്ലേ? സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ കുടുംബ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ മുന്തിരി അനുഗ്രഹത്തിൻ്റെ നീർച്ചാലാകാൻ പോകുകയാണ്. ആ മുന്തിരി കാനായിലെ കല്യാണ വിരുന്നിന് കൊടുത്ത ശ്രേഷ്ഠമായ മുന്തിരിയായി നിങ്ങളുടെ ജീവിത പങ്കാളി മാറ്റപ്പെടാൻ പോകുകയാണ്. യെസ്, നിങ്ങൾ തറക്കല്ലിട്ടാൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഫലം നൽകുന്നില്ലേ? ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ഏതെങ്കിലും ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, നീരുറവ ഒഴുക്കുവാൻ, അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രത്യുൽപാദനത്തിന്, ഒരു കുഞ്ഞുണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെട്ട് അവിടെ അനുഗ്രഹത്തിൻ്റെ, ജീവൻ്റെ നീരുറവ നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് ഒഴുക്കുവാൻ ദൈവത്തിന് സാധിക്കും. എന്തു ചെയ്യണം? നിങ്ങൾ ഒരു തറക്കല്ലിട്ടാൽ മതി. കർത്താവിൻ്റെ ആലയത്തിന് നിങ്ങൾ തറക്കല്ല് ഇന്ന് ഈ 1-ാം തീയതി ഈ പുതുവത്സരത്തിൽ നിങ്ങൾ തറക്കല്ലിട്ടാൽ അപ്പോൾ അത്ഭുതം അവിടെ ആരംഭിക്കുക. അത്ഭുതം അവിടെ ആരംഭിക്കുക. വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ, മാസങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹം കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒലിവ് എന്ന് പറയുന്നത് എന്താണ്? സങ്കീർത്തനം 128 പറയുകയാണ്, നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ നിങ്ങളുടെ മക്കൾ എന്ന്. ഒലിവ് തൈകൾ പോലെ നിങ്ങളുടെ മക്കൾ. അപ്പോൾ ഒലിവ് നിങ്ങൾക്ക് ഫലം നൽകുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? എപ്പോഴും കണ്ണുനീര് മാത്രമാണോ? വേദനയുടെ അനുഭവങ്ങൾ മാത്രമാണോ? നിങ്ങളുടെ മക്കളെ ഓർക്കുമ്പോൾ നിങ്ങൾ കരയാറുണ്ടോ? വേദനിക്കാറുണ്ടോ? ഭാരപ്പെടാറുണ്ടോ? കണ്ണുനീരോടെ എന്തിയേലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട്, കൊച്ചുമക്കളെ ഓർത്തുകൊണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും മക്കളിൽ നിന്ന് കിട്ടുന്നില്ലായിരിക്കാം. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത, കുടുംബ പ്രാർത്ഥനയില്ലാത്ത, കൂദാശ ജീവിതമില്ലാത്ത, ബൈബിൾ വായിക്കാത്ത, ജപമാലയില്ലാത്ത
മക്കളായിരിക്കാം നമ്മുടേത്. വിശുദ്ധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരിക്കാം. എപ്പോഴും മൊബൈലും കളിച്ച് നടക്കുന്ന കുട്ടികളായിരിക്കാം ഒരുപക്ഷെ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഫലം നൽകുന്നില്ലായിരിക്കാം. മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന ഫലം അവരിന്ന് കിട്ടുന്നില്ലായിരിക്കാം. നിങ്ങളുടെ ഈ ഒലിവ് ഫലം നൽകുന്നില്ലേ? സാരമില്ല. നിങ്ങൾ ഒരു തറക്കല്ലിട്ടാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറായാൽ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വസിച്ചുകൊണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് വരുവാൻ തക്കവിധം നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്താൻ തയ്യാറായാൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹങ്ങൾ നൽകുന്ന, അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന, അനുഗ്രഹങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായി മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ സഹോദരങ്ങൾ എല്ലാമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഓരോരുത്തരും ഫലം നൽകുന്നില്ലേ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഈ വർഷം മുഴുവൻ അനുഗ്രഹം നിങ്ങളുടെ പിന്നാലെ വരാൻ പോവുകയാണ്. നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. നിങ്ങളുമായി നിങ്ങളുടെ കുടുംബം ഫലം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, നിങ്ങളുടെ ബിസിനസ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വേണ്ടത്ര പ്രതീക്ഷിക്കുന്ന ഫലം കാണുന്നില്ല എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചെയ്തു നോക്കിക്കേ, ഒന്ന് പ്രവർത്തിച്ച് നോക്കിയേ. ഈ സുവിശേഷം പറയുന്നത് ഒന്ന് അനുസരിച്ച് നോക്കിക്കേ, ഒന്ന് പരീക്ഷിച്ച് നിങ്ങൾ നോക്കിക്കേ. നിങ്ങളുടെ ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കരുത്, കാപട്യം ഒരിക്കലും കാണിക്കരുത്, നുണ പറയരുത്, വഞ്ചന കാണിക്കരുത്, മായം ചേർക്കരുത്, കള്ള വൗച്ചർ, കള്ളയൊപ്പ്, കള്ള റെസിപ്റ്റ് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കൃത്യതയോടെ, വിശുദ്ധിയോടെ, സത്യസന്ധതയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യെശയ്യായുടെ പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളെ കണ്ട് നിങ്ങൾ നിരാശപ്പെട്ട് മുന്നോട്ട് പോകാൻ മടിച്ച് ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണോ? ഇന്നലകളിലെ, കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥയിലാണോ? നിരാശരാകണ്ട. ഈ വചനം നമുക്ക് വലിയ ആശ്വാസവും ശക്തിയും അഭിഷേകവും നൽകുന്ന, നമുക്ക് മുന്നോട്ട് പോകാൻ, മുന്നോട്ട് കുതിക്കാൻ നമുക്ക് ആവേശം നൽകുന്ന ഒരു വചനമാണ്. നമുക്ക് മുൻപിൽ ഇനിയും വർഷങ്ങളുണ്ട്, ഇനിയും വർഷങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് ഓടാം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ അവിടുന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നിങ്ങളൊരു അടിത്തറ ഇട്ടാൽ, യേശുവാണ് പിന്നെ നമ്മളെ നയിക്കുന്നത്, യേശുവാണ് നമ്മളെ നയിക്കുന്നത്, ഗൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളിൽ ബലഹീനതയില്ല. നിന്നെ അവൻ ബലപ്പെടുത്തും, അവൻ നിന്നെ ശക്തിപ്പെടുത്തും. കഴിഞ്ഞകാല പരാജയങ്ങളിലേക്ക് നോക്കി പിന്തിരിഞ്ഞ് നമ്മൾ നിൽക്കേണ്ടവരല്ല, പിന്നെയോ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോകേണ്ടവരാ. ഇനിയും നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്. ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ മുന്നോട്ട് പോവുക. തളർന്ന് ക്ഷീണിച്ച് മടുത്ത് മനസ്സ് മരവിച്ച് നിരാശപ്പെട്ട് തലകുമ്പിട്ട് ഇരിക്കേണ്ടവരല്ല. ഇനി എന്തു ചെയ്യും, എങ്ങനെ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല. നീ യേശുവിൽ ആശ്രയിച്ചാൽ ഈ വർഷം മുഴുവൻ നിൻ്റെ മുമ്പിൽ അനുഗ്രഹമുണ്ട്. ഈ വർഷം മുഴുവൻ നിൻ്റെ മുമ്പിൽ വിജയമുണ്ട്. ഈ വർഷം മുഴുവൻ നീ ഇറക്കുന്ന എല്ലാ നിൻ്റെ കൃഷിയിടങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ഫലദായകമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ഹഗ്ഗായി 2:19 പറയുകയാണ്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പ്രത്യാശയോടെ, ഈ ആത്മവിശ്വാസത്തോടെ വീണ്ടും അധ്വാനിക്കുവാൻ, വീണ്ടും പ്രവർത്തിക്കുവാൻ, മുന്നോട്ടോടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ
ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മേലും കടന്നു വരാൻ പോകുകയാണ്. ആ ഒരു കൃപയ്ക്കും അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മുഴുവൻ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും നമ്മുടെ എല്ലാ വരുമാന മേഖലകളെയും എല്ലാ ജോലികളെയും കൃഷിയിടങ്ങളെയും എല്ലാ പ്രവർത്തന മേഖലകളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ശക്തിയോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയിറങ്ങട്ടെ, കൃപയിറങ്ങട്ടെ, കൃപ അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അഭിഷേകം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശാപങ്ങൾ മാറട്ടെ, ശാപങ്ങൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ഇവരുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി അനുഗ്രഹമായി മാറട്ടെ. മക്കൾ ഫലം നൽകുന്ന മക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാ ബിസിനസ് മണ്ഡലങ്ങളും അനുഗ്രഹമായി മാറട്ടെ. ബിസിനസ്സിന് മേലുള്ള ശാപങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ വിശുദ്ധിയോടെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ അഭിഷേകത്താൽ നിറയട്ടെ. ഇവരുടെ കൃഷി മണ്ഡലങ്ങൾ, കൃഷി മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ മേഖലയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷ മണ്ഡലങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതുവർഷത്തിൽ പുതിയ അഭിഷേകം, ഈ വർഷം മുഴുവൻ അഭിഷേകം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഘടനായി സ്തോത്രം കർത്താവേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.